യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രബോധനം ഇതാ. അപ്പൊ ലോകത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്രകാരം ഉപദേശം നൽകിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാ സത്യം. നാം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. യേശുക്രിസ്തു ഈ ലോകത്തിൽ തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ നടത്തിയതുപോലെ രോഗസൗഖ്യം, അത്ഭുത പ്രവർത്തനങ്ങള് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? നമുക്കറിയാം, യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അവൻ സൗഖ്യം നൽകുന്നവനാണ്. കാരണം യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തില് തന്റെ പക്കലേക്ക് കടന്നു വന്ന എല്ലാ രോഗികൾക്കും പൂർണ്ണമായി സൗഖ്യം നൽകുന്നുണ്ട്. മാനസികമായി തകർന്നു വന്നവർക്ക് പൂർണ്ണമായും സമാധാനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം ഈ ലോക ജീവിതത്തിൽ അടിമത്തത്തിൽ കഴിയുന്ന പാപത്തിന്റെ അന്ധകാര അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യന് സ്വർഗപ്രാപ്തി ലഭിക്കുവാൻ വേണ്ടി അവിടുന്ന് സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അതാ. കാരണം ദൈവമായിരുന്നവൻ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി പിറന്നുകൊണ്ട് മനുഷ്യരാശി മുഴുവന്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ലോകാരംഭം മുതൽ തന്നെ പല പ്രവാചകന്മാരിലൂടെ മനുഷ്യരാശിക്ക് അതിൻ്റെതായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്, മനുഷ്യൻ എങ്ങനെ പാപാവസ്ഥയിൽ വീണുപോയി എന്നുള്ള പ്രശ്നത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മാത്രമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യ ജന്മം എന്തിനു വേണ്ടി